ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ 10-ാം ദശകത്തിൽ സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 1. വൈകുണ്ഠവർദ്ധിത ബലോഅദഭവൽ പ്രസാദാത് അംഭോജയോനിർ അസൃജൽ കില ജീവദേഹാൻ സ്താസ്നൂനി പുരൂഗമയാണി തദാ തിരച്ഛാം ജാതിർമനുഷ്യനിവഹാനഭിദേവഭേദാൻ. ഹേ വൈകുണ്ഠനാഥ ഗുരുവായൂരപ്പ, അതിനുശേഷം അവിടുത്തെ അനുഗ്രഹത്താൽ അധിക ശക്തിയാർജിച്ച ബ്രഹ്മാവ് വൃക്ഷാദികളായ സ്ഥാവരങ്ങളെയും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളായ തിരർജാതികളെയും മനുഷ്യവർഗങ്ങൾ നാനാ തരത്തിലുള്ള ദേവന്മാർ ഇങ്ങനെ പലതരത്തിലുള്ള ജീവികളെയും സൃഷ്ടിച്ചു. ജീവികൾ എന്നാൽ ജീവനുള്ളവയാണ്. ജീവൻ എന്നത് ഈശ്വര ചൈതന്യമാണ്. ആ ചൈതന്യം എന്നും എപ്പോഴും ഒരുപോലെയാണ്. നിത്യവസ്തുവായ ജീവന് കർമാടിസ്ഥാനത്തിലുള്ള ശരീരം രൂപപ്പെടുത്തുന്നതാണ് സൃഷ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദേഹം പുണ്യപാപാടിസ്ഥാനത്തിൽ സ്ഥാവരമെന്നും ജംഗമമെന്നും 2 രീതിയിൽ രൂപപ്പെടുന്നു. അതുതന്നെ ചരമെന്നും അചരമെന്നും പറയുന്നു. ചരമെന്നാൽ ചരിക്കുന്നത്, അപരമെന്നാൽ അനങ്ങാതെ നിൽക്കുന്നത്. വൃക്ഷാദികൾ അചരങ്ങളും പക്ഷിമൃഗാദികളും ദേവദാനവ മനുഷ്യവർഗങ്ങളുമെല്ലാം ചരങ്ങളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ പുറംചട്ടയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ദേഹത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാത്തിൻ്റെയും ഉള്ള് ചൈതന്യം ഒന്ന് തന്നെയാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, അഹം ആത്മാ ഗൂഢാകേശ സർവഭൂതാശയസ്ഥിതഃ. അതായത് എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഥവാ അതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവ് ഒന്നു തന്നെയാണ്. അത് ഞാനാണ്. ശ്ലോകം 2. മിഥ്യാഗ്രഹാസ്മി മതിരാഗവിഗോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട ഉദാമതാമസ പദാർത്ഥവിദാനുദൂനഃ തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈഃ. ബ്രഹ്മാവ് പിന്നീട് മിഥ്യാബോധം, അഹങ്കാരം, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 വിധ താമസവൃത്തികളെ സൃഷ്ടിക്കുകയും തമോരൂപങ്ങളായി അവയെ സൃഷ്ടിച്ചതിൽ കുണ്ഠിതപ്പെട്ട് ആത്മശുദ്ധിക്കായി ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിക്കുകയും ചെയ്തു. മിഥ്യാബോധം എന്നത് അജ്ഞാനമാണ്. ജ്ഞാനമുണ്ടെങ്കിൽ അജ്ഞാനം മാറും. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നുക, ആത്മാവിനെ അറിയാതിരിക്കുക എല്ലാം അജ്ഞാനം തന്നെയാണ്. അഹങ്കാരം എന്നത് ഞാൻ എന്ന ഭാവം തന്നെയാണ്. ഞാനാണ് ദേഹം അഥവാ ദേഹം ഞാനാണ് എന്ന ഭാവം, അത് ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ്. രാഗം എന്നാൽ ഇതെനിക്ക് വേണം, എനിക്ക് കിട്ടണമെന്ന വിചാരം. കോപം
അത് കിട്ടാത്തതിലുള്ള ദേഷഭാവം, ഭയം, എന്നാൽ ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമോ എന്ന ഭീതി, ഇവ 5ഉം തമോ ഗുണമയമായ കാര്യങ്ങളാണ്. ഇവയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിക്ക് ശേഷമാണ് ബ്രഹ്മാവ് അതിൻ്റെ കാര്യകാരണങ്ങൾ ചിന്തിച്ചിരിക്കുക. ആ ചിന്തയാണ് ആ പശ്ചാത്താപത്തിന് കാരണമായിരിക്കുക. അതിൽ നിന്നുള്ള മോചനത്തിന് ഭഗവത് ധ്യാനമാണ് ഉത്തമോർഗമെന്ന് തോന്നിയിരിക്കാം. അതാണ് ഈശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങിയത്. ഈശ്വര ധ്യാനം കൊണ്ടേ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ എന്നതിനെ ബലപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതനുസരിച്ച് മനുഷ്യരും ദേവദാനവരുമെല്ലാം മനഃശുദ്ധിക്ക് ഈശ്വര ചരണങ്ങളെ അഭയം പ്രാപിക്കുന്നതാണ് ഉത്തമമെന്ന് ബോധിപ്പിക്കുന്നു. ശ്ലോകം 3. താപസ്സസർജ മനസാസനകം സനന്ദം ഭൂയസനാതനമുനീം ജസനൽ കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണീം. സൃഷ്ടിയുടെ ആദ്യകാലത്ത് ബ്രഹ്മാവ് ഒറ്റയ്ക്കായിരുന്നല്ലോ. ആരും കൂടെയില്ലാതിരുന്നു. അതിനാൽ മനസ്സിൽ നിന്ന് സനകാദി 4 പേരെ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഇവരെ സൃഷ്ടിച്ച് അവരെ സൃഷ്ടികർമ്മത്തിലേക്ക് നിയോഗിച്ചു. എന്നാൽ ആത്മജ്ഞാനികളും ഭഗവത് ഭക്തരുമായ അവർ അതിലേക്ക് മനമൂന്നിയില്ല. അവർ സൃഷ്ടി ചെയ്യാൻ കൂട്ടാക്കാതെ ബ്രഹ്മനിയോഗമനുസരിക്കാതെ ഭക്തരായി മുക്തിമാർഗത്തിൽ ചരിച്ചുകൊണ്ട് മോക്ഷമാർഗത്തിലേക്ക് പോയി. എന്തെന്നാൽ അവർ ജന്മന ഭക്തിരസത്തിൽ മാത്രം മുഴുകിക്കഴിയുന്നവരായിരുന്നു. ഭക്തിയിൽ മുഴുകിയിരിക്കുന്നവർക്ക് മറ്റൊന്നും ചിന്താവിഷയമല്ല. നമസ്തേ. 4, 5, 6 ശ്ലോകങ്ങൾ തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ